ഹായ് മക്കളെ, CUT എൻട്രൻസ് എക്സാമിനേഷൻ നടന്നതിന് ശേഷം നമ്മൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നാളിതുവരെ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിട്ട് പോലും അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പോലും പബ്ലിഷ് ചെയ്യാൻ NTA ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്താലും ഒരു ജൂലൈ എൻഡോട് കൂടി മാത്രമേ അതിന്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ജൂൺ 30 അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡേറ്റ്, അല്ലെങ്കിൽ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്ന് അനൗൺസ് ചെയ്തിരുന്നത്, അൺഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്ന ഡേറ്റ് എങ്കിൽ പോലും ഇതുവരെ നമുക്ക് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ആയി കിട്ടിയിട്ടില്ല. ആക്ച്വലി ഇതിലൂടെ സംഭവിക്കുന്നത് കുട്ടികളുടെ ഭാവി തുലാസിലാകുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിഗ്രി അലോട്ട്മെന്റ്സ് എല്ലാം തന്നെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ഡിഗ്രിയിലുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ പലയിടത്തായി അഡ്മിഷൻസ് എടുത്തു കഴിയുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കീമിന്റെയും റിസൾട്ട് വന്നു. ഇനിയപ്പോൾ കീമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സും അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുട്ടികൾ പല പല കോളേജുകളിലായിട്ട് അഡ്മിഷൻ എടുത്തു തുടങ്ങി. ഇതേ ഡിഗ്രി കോഴ്സുകൾക്ക് വേണ്ടി തന്നെയാണ് CUT എൻട്രൻസും ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി CUT എൻട്രൻസിന്റെ റിസൾട്ട് വന്നാലും ആ സമയം കൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഡിഗ്രിയുടെ അഡ്മിഷൻസും കഴിയും. അവർക്ക് ചിലപ്പോൾ ഒരു മാസത്തോളമുള്ള ക്ലാസ്സുകളും അവർ അറ്റൻഡ് ചെയ്ത് കാണും. ഇനി CUT വഴി മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ പോലും ഈ കുട്ടികൾ മാറി അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് വിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോകണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികൾ മാറും. മിക്കവാറും കുട്ടികൾ ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന അഡ്മിഷനിൽ അല്ലെങ്കിൽ ആ കോളേജിൽ സെറ്റായി വരികയാണെങ്കിൽ അവർ പിന്നെ അവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മടിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിഗ്രി അലോട്ട്മെന്റ് വഴി അത് ഗവൺമെന്റ് ആയിക്കോട്ടെ എയ്ഡഡ് ആയിക്കോട്ടെ ഏത് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്താലും അവർ അവിടെ നിശ്ചിത ഫീസ് അടച്ചായിരിക്കും അഡ്മിഷൻ നേടുന്നത്. അത് എയ്ഡഡ് കോളേജിലാണെങ്കിൽ അത് കുറച്ചുകൂടി കൂടുതലുമായിരിക്കും. ഈ കോളേജിൽ അടയ്ക്കുന്ന ഫീസ് അവർ CUT വഴി അവർ മറ്റൊരു കോളേജിലേക്ക് പോയാൽ അവർക്ക് ഈ ഫീസ് റീഫണ്ടബിൾ അല്ല. അപ്പോൾ അടച്ച ഫീസ് സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടമാവുകയാണ്. അങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം കൂടി അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി അതിനേക്കാൾ ഉപരി നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CUT എൻട്രൻസ് വഴി മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഈ കുട്ടി ഇവിടുത്തെ സീറ്റ് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റിലുള്ള ഒരു ഡിഗ്രി സീറ്റ് വാക്കന്റ് ആവുകയാണ്. ഇവിടുത്തെ അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം സ്വാഭാവികമായിട്ടും ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ആ സീറ്റ് ആർക്കും ഇല്ലാതെ വെറുതെ വേക്കന്റ് ആയി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് CUT കൊണ്ടെത്തിക്കും. ഇങ്ങനെ ഒരു പ്രഹസനം എന്തിനാണ്? കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അവർക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് CUT എൻട്രൻസ് നടത്തുന്നതെങ്കിൽ അത് ടൈം ബൗണ്ടഡ് ആയിട്ട് നടത്തണ്ടേ? എങ്കിലല്ലേ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടത്തുള്ളൂ. സോ ഇനിയെങ്കിലും NTA ഈ കാര്യങ്ങളെല്ലാം ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വേണം എൻട്രൻസുകൾ നടത്തേണ്ടതും അതിന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യേണ്ടതും. സോ ഇനിയെങ്കിലും CUT അല്ലെങ്കിൽ NTA ഇതൊക്കെ മാറി ചിന്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും വേഗം CUT എൻട്രൻസിന്റെ റിസൾട്ട് വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.